അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നിനുമല്ല, നമ്മുടെ പ്രശസ്ത വ്ളോഗർമാരായ പാണ്ടിക്കാട് കുഞ്ഞാനും ഭാര്യ ജെസിയും കൂടിയിട്ട് സ്റ്റാമിന പവർ എന്ന് പറയുന്ന ലൈംഗിക ഉത്തേജക ഒരു മരുന്ന്, അത് ഹെർബലാണെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്നു യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല, ആർക്കും കഴിക്കാം, ലൈംഗിക ഉത്തേജകത്തിന് മാത്രമല്ല, നമ്മൾ കളിക്കാൻ പോയാലും, അതായത് ബോള് അങ്ങനെയുള്ള കളികളിലൊക്കെ ഏർപ്പെടുന്ന, മത്സരങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർക്ക് വരെ ഈ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ കളികളിൽ വിന്നറാകാവുന്നതാണ് എന്നൊക്കെയാണ് പാണ്ടിക്കാട് കുഞ്ഞാനും ഭാര്യയും വന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, കാരണം ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു സ്റ്റാമിന പവർ എന്ന് പറയുന്ന ഐറ്റം അവർ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. പക്ഷെ ഇത് നമ്മൾ വാങ്ങിച്ചു കഴിക്കുമ്പോൾ ഇതിന് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട്, ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമോ എന്നുള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് നമ്മൾ വാങ്ങിക്കുവാനായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു പരസ്യമാണ്. ഈ ഒരു പരസ്യം പ്രശസ്തരായ വ്ളോഗർമാർ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങളത് വാങ്ങിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇനി സ്റ്റാമിനയുടെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള മെഡിസിൻ എടുക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ ഡോക്ടർ നിങ്ങൾക്ക് എന്താണോ സജസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ഇത്തരം പ്രശ്ന പരിഹാരങ്ങൾക്ക് ഇങ്ങനത്തെ മരുന്നുകൾ കഴിക്കാവൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ചിലർക്ക് ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൈംഗികതയോട് ചിലർക്ക് അത്ര താല്പര്യം കാണില്ല, വിരക്തിയുള്ളവരുണ്ട്. ചിലർക്ക് മനസ്സിലാഗ്രഹം ഉണ്ടാവും, പക്ഷെ ശരീരം കൊണ്ട് സാധിക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഈ പരസ്യങ്ങളിൽ വീണിട്ട് ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്താണ്, ഇത് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണോ എന്നൊന്നും ചിന്തിക്കാതെ അവർ ഈ ഒരു പരസ്യം മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പറയുന്ന വാചകങ്ങൾ കേട്ടുകൊണ്ട് മാത്രം ഇത് വാങ്ങിച്ചു ഉപയോഗിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ അകത്തേക്കാണ് പോകുന്നത്. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ ഏതൊക്കെ അവയവങ്ങളെ എന്ന രീതിയിലൊക്കെ ബാധിക്കുന്നു എന്ന് നമുക്ക് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കീഴ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അറിഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ കുഞ്ഞാനും ജെസിയും ഇതിന്റെ പരസ്യം പറയുന്നുണ്ടെങ്കിലും അവരത് കഴിച്ച് കാണിച്ച് പറയേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലല്ലേ ബാക്കി കാണുന്ന ജനങ്ങൾക്കും കൂടി അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. പക്ഷെ ഈ പ്രോഡക്റ്റിന്റെ ജെനുവിനാലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഇത് കാണുന്ന മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റാമിന പവർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചു എന്ന് വെക്കുക, ഇത് സ്ഥിരമായിട്ട് നമ്മൾ കുടിക്കും. ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ ഇത്തിരിയൊക്കെ എന്തെങ്കിലും നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ തോന്നുവാണെങ്കിൽ നമ്മൾ പിന്നെ വാങ്ങിച്ച് കുടിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, കുഞ്ഞാനും ജെസിയും അടക്കം ഈ ഒരു സ്റ്റാമിന പവർ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റിന്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ വ്ളോഗർമാരും ഈ ഒരു പൗഡർ അല്ലെങ്കിൽ ഈ ഒരു പൊടി കലക്കി കുടിച്ചിട്ട് വേണം ഇതിന്റെ ആ ഒരു പരസ്യം പറയാൻ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടുള്ള ഉദ്ധാരണ ശേഷി കുറവുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക എന്ന് തന്നെയാണ് അതിനുള്ള പരിഹാരം. അല്ലാതെ മാർക്കറ്റിൽ കിട്ടുന്ന ഇത്തരം പരസ്യം കൊണ്ട് മാത്രം ശ്രദ്ധേയമായിട്ടുള്ള ഇത്തരം പ്രോഡക്റ്റുകൾ വാങ്ങി നിങ്ങളുടെ ഇഷ്ടപ്രകാരം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് കഴിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ജെസി വന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് അവർ പ്രൊമോട്ട് ചെയ്തതിന് ശേഷം അവർക്ക് ഒത്തിരി മോശപ്പെട്ട കമന്റുകൾ വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് പരാതി പറയുകയുണ്ടായി. എനിക്ക് പറയാനുള്ളത്, പുന്നാര ജെസി, നിങ്ങൾ ഈ കമന്റുകൾ വായിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ആ ഒരു പ്രൊമോഷൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റാമിന പവർ ഒരെണ്ണം എടുത്തിട്ട് അല്പം ചൂടുവെള്ളത്തിൽ കലക്കി നിങ്ങൾ തന്നെ അങ്ങ് കുടിച്ചിട്ട് വേണം ഈ കമന്റുകളൊക്കെ നിങ്ങൾ വായിക്കാനിരിക്കാൻ. കാരണം ഈ കമന്റുകളിൽ വന്നിട്ടുള്ള നെഗറ്റീവ് കമന്റുകൾ വായിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റുകൾ ആളുകൾ ഇടാതിരിക്കും? കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്വാഭാവികമായിട്ടും വരുന്നത് തന്നെയാണ് ഈ നെഗറ്റീവ് കമന്റുകൾ. അപ്പൊ ഈ നെഗറ്റീവ് കമന്റുകൾ നമ്മുടെ പേജിന്റെ അടിയിൽ വരുന്നത് നമ്മൾ വായിക്കാൻ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാതെ ഇരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് വായിക്കാൻ നിങ്ങൾ ഇരിക്കുമ്പോൾ ഈ പറയുന്ന പ്രോഡക്റ്റ് ആയ ഈ സ്റ്റാമിന പവർ ഒരെണ്ണം എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് തന്നെ കലക്കി കുടിച്ചിട്ട് ഈ കമന്റുകൾ വായിക്കാൻ ഇരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ആ കമന്റ് വായിക്കാനുള്ള ആ ഒരു സ്റ്റാമിന നിങ്ങൾക്ക് ഈ സ്റ്റാമിന പവറിൽ നിന്നും മാത്രമേ കിട്ടുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ആ കമന്റുകളിൽ അടങ്ങിയിരിക്കുന്ന ആ നെഗറ്റീവുകൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുകയുള്ളൂ. ഇവിടെ 3 മക്കളുടേതടക്കം FB പേജുകൾ ഉണ്ട്. അപ്പൊ ആ പേജുകളിൽ വരെ ചില ആൾക്കാർ മോശമായിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ജെസി വന്ന് പരാതി പറഞ്ഞത്.
അപ്പൊ ഈ ഒരു സ്റ്റാമിന പവർ എന്ന് പറയുന്ന ആ ഒരു പൗഡറിന്റെ ആ ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും മറ്റു പ്രൊമോഷൻ വീഡിയോകളിൽ നിന്നൊക്കെ കുറച്ചുകൂടി തുക കിട്ടിക്കാണും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ, സ്റ്റാമിന പവർ പോലെ ലൈംഗിക ഉത്തേജകമായിട്ടുള്ള ഇത്തരം പ്രോഡക്റ്റുകൾ വിപണിയിലേക്ക് എത്തിക്കാൻ, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ കാണിക്കുന്ന ഈ ഒരു ചങ്കൂറ്റം ആ വീഡിയോയ്ക്കടിയിൽ വരുന്ന കമന്റുകളും വായിക്കാൻ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.